റിസൾട്ട് വന്നത് ആദ്യം പാലക്കാടിന് താമരയാണ്. ഭൂരിപക്ഷം പറഞ്ഞ 80% BJP ഇവിടെ ഭരിക്കും, അതിലൊരു സംശയമില്ല. നല്ല പ്രശ്നമാണ്, പക്ഷെ ആര് വന്നിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പാണ്. എല്ലാത്തിലും ഒറ്റപ്പെട്ടിയിൽ വീഴാൻ പോവുക. ഇതായില്ലേ, കുറച്ച് വ്യവസായികളുടെ മാത്രം എവിടെയെങ്കിലൊക്കെ വീഴും. ഉറപ്പിച്ചു, അവിടുത്തെ ജനങ്ങളെ കണ്ടതും ഉറപ്പിച്ചു. ജയിക്കും ജയിക്കും ജയിക്കും, താമര വിരിയും പാലക്കാട്. നമസ്കാരം. പാലക്കാട് നരേന്ദ്രമോദി വന്നു പോയപ്പോഴേക്കും പാലക്കാടുള്ള രാഷ്ട്രീയ ചിത്രം മാറിയോ? ശോഭാ സുരേന്ദ്രന് അനുകൂലമായോ നിലവിലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ? എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്? മോദിയെ കണ്ടിറങ്ങിയ പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. 100% മോദിജി വന്നിട്ടില്ലെങ്കിൽ ശോഭ ചേച്ചി വിജയിക്കും. മോദിജി വരുന്നതോട് കൂടി കേരളത്തിൽ നല്ല ശതമാനം വിജയ സാധ്യത ഉണ്ട്. എന്തായാലും 14 സീറ്റ് BJPക്ക് ഷുവറാണ്. ഒരു 30,000 ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ BJPയുടെയും കേരള സംസ്ഥാനത്ത് അങ്ങിങ്ങോളം നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവാണ് ഞങ്ങളത്. കുറയ്ക്കില്ല, 30-ൽ കൂടാതെ സാധ്യതയുള്ളൂ. 100%. ഞങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നവർക്കൊന്നും ഈ നാട്ടിൽ ഇനിയും മാപ്പ് കൊടുക്കില്ല ആരും. മോദി വന്നതോടുകൂടി പറഞ്ഞാൽ പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കരുത്തും കൂടിയാണ് മോഡിജീൻ്റെ വരവ്. സ്ഥാനാർത്ഥികൾ മലമ്പുഴ അല്ലെങ്കിൽ പാലക്കാട് ഇവിടെയൊക്കെ BJPയുടെ കാൻഡിഡേറ്റുകൾ ജയിക്കും, ഷുവറാണ്, 100% ഉറപ്പാണ്. BJP NDA സഖ്യം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. മാറും. ഭൂരിപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും. എല്ലാത്തിലും ഒറ്റപ്പെട്ടിയിൽ വീഴാൻ പോവുക. ഇതായില്ലേ, കുറച്ച് വ്യവസായികളുടെ മാത്രം എവിടെയെങ്കിലൊക്കെ വീഴും. അത് അവർക്ക് വീഴും. ആ സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുകയല്ല, ഇനിയുള്ള കാലങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും 100% വിജയമായിരിക്കും പാലക്കാടിൽ. ഭൂരിപക്ഷം പറഞ്ഞ 80% BJP ഇവിടെ ഭരിക്കും, അതിലൊരു സംശയമില്ല. ടിവിന്ന് കണ്ട പോലെ തന്നെ സന്തോഷമായി. നേരിട്ട് കാണുമ്പോഴേ അതേപോലെ തന്നെയാണ്, മാറ്റൊന്നുമില്ല. ഉറപ്പിച്ചു, അവിടുത്തെ ജനങ്ങളെ കണ്ടതും ഉറപ്പിച്ചു. ഭൂരിപക്ഷത്തോടെ ജയിക്കും. സന്തോഷമായി. ജയിക്കും ജയിക്കും. കണ്ടു കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ ഒക്കെ പ്രശ്നം ആയതുകൊണ്ട് നല്ല പ്രശ്നമാണ്, പക്ഷെ ആര് വന്നിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വെള്ളം ടാങ്കറിൽ അടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ കഴിയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. റോഡ്, വെള്ളം, കുടിവെള്ളം. സന്തോഷം, ഞങ്ങളുടെ പാലക്കാട്ടിലൊരു MLA വേണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ഞങ്ങൾക്ക് നേടിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒറ്റപ്പാലത്തെ ഒരു MLA വേണം ഞങ്ങൾക്ക്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പാണ്. ജയിക്കണം. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ശോഭ ചേച്ചി ജയിച്ചിരിക്കും. റിസൾട്ട് വന്നത് ആദ്യം പാലക്കാടിന് താമരയാണ്. പ്രതീക്ഷിച്ചിരിക്കുന്നതൊക്കെ 10,000 ആണ്. പക്ഷെ എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും, 100% ജയിക്കും. എങ്ങനെയാണ് ഒരു MLA നാടിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുക എന്നുള്ള ഒരു മാതൃകാ പ്രവർത്തനം MLA ആയിട്ട് നമ്മുടെ ശോഭ ചേച്ചി കാഴ്ചവെക്കും. നല്ലോണം മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നല്ലോണം മാറിയിട്ടുണ്ട്. ശോഭ ചേച്ചി വന്നിട്ട് ഇനി എല്ലാം നല്ലോണം മാറ്റിത്തരും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശോഭ ചേച്ചി തന്നെ വരണം. ജയിക്കും. താമര വിരിയും പാലക്കാട്. നല്ല സന്തോഷം. പല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് കണ്ട് സന്തോഷം. നേരിട്ട് അല്ല, അത്ര ദൂരം ഉണ്ടായിരുന്നു, പിന്നെ കാണാൻ പറ്റും. നേരെ ശരിക്കും കണ്ടില്ല. ഇല്ല, പക്ഷെ ഗ്ലാമറാണ്. മറ്റേ TV സ്ക്രീൻ ഉണ്ടായിരുന്നു, അതിൽ കണ്ടു. അതെ.